പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ ടോപ്പേഴ്സ് ആയിട്ടുള്ള 2 വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായിട്ടാണ് ഇന്ന് നമ്മൾ മാന്നാനം സ്കൂളിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ കേരള 5th and 6th റാങ്ക് ലഭിച്ച ആൽഫ്രഡ് ജെൻസൺ ആൻഡ് റോഷൻ രാജുവിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ മാത്രമല്ല, ബ്രില്യൻറ്റ് കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ നമ്മുടെ മാന്നാനത്തെ നമ്മുടെ അച്ഛനുണ്ട്, പ്രിൻസിപ്പളുണ്ട്, വൈസ് പ്രിൻസിപ്പളുണ്ട്, അധികാരികൾ എല്ലാവരും ഉണ്ട്. സോ ഈ ഒരു നിമിഷത്തിൽ ഇത്രയും ഹാപ്പി ആയിട്ട് നിൽക്കുന്ന മൊമെൻറ്റിൽ എന്താണ് ഇവർക്കൊക്കെ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ആദ്യം നമ്മുടെ പാലാവർലിയ സ്റ്റഡീസിൻ്റെ ഡയറക്ടറായ സെബാസ്റ്റ്യൻ സാറുണ്ട്. സാറിനോട് ചോദിക്കാം. സാർ, ഈ ഒരു വിജയത്തെ നമ്മൾ എല്ലാ വർഷവും ഹാപ്പി ആയിട്ട് കാണുന്ന പോലെ തന്നെ ഈ വർഷം എന്താണ് സാറിൻ്റെ വിജയം? ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ്, നന്നായിട്ടാണ്. കഴിഞ്ഞ വർഷത്തിലും മെച്ചമാണ്. ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛന്മാരും അതുപോലെ തന്നെ ബ്രില്യൻ്റ് സ്റ്റാഫ് എല്ലാവരും കൂടെ കൂടിയുള്ള ഒത്തായ ഒരു പ്രവർത്തനമാണ് ഈ വിജയത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജെയിംസ് മുല്ലശ്ശേരി അച്ഛനുണ്ട്. അച്ഛൻ്റെ അടുത്തും ചോദിക്കാം. അച്ഛൻ എങ്ങനെ തോന്നുന്നു? ഇപ്പോൾ എല്ലാ വർഷവും നമ്മുടെ കുട്ടികൾ ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വർഷവും എന്താണ് അച്ഛന് ആ ഒരു സന്തോഷം പറയാനുള്ളത്? നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമുക്ക് JEE മെയിൻസിൻ്റെ റിസൾട്ടിൽ മാന്നാനം KE സ്കൂളിൽ നിന്ന് 1ാം റാങ്ക് കേരളത്തിൽ നമ്മുടെ നിരഞ്ജൻ വന്നിരുന്നു. നിരഞ്ജനെ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി പോയി അവൻ്റെ വീട്ടിൽ പോയി എല്ലാ ആശംസകൾ അറിയിച്ചു, അഭിനന്ദനങ്ങൾ അറിയിച്ചു. അപ്പോൾ നമുക്ക് റോഷനെയും ആൽഫ്രഡിനെയും നമുക്കന്ന് കിട്ടിയില്ല. ഈ അവസരം അവർ രണ്ടുപേരും നമ്മുടെ കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ടോപ്പേഴ്സാണ് നിൽക്കുന്ന എല്ലാവരും തന്നെ 44 കുട്ടികളാണ് മാന്നാനത്ത് KE സ്കൂളിൽ നിന്ന് ഈ ഒരു JEE മെയിൻസ് 2026 പരീക്ഷയിൽ 99% സ്കോറിന് മുകളിൽ വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വലിയൊരു വിജയം തന്നെയാണ് നമ്മുടെ സ്കൂളിനുണ്ടായിട്ടുള്ളത്. നമ്മുടെ സ്കൂളിൻ്റെ വിജയം എന്ന് പറയുമ്പോൾ ഇത് ബ്രില്യൻറ്റിൻ്റെ വിജയം കൂടിയാണ്. നമ്മൾ ബ്രില്യൻറ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്താണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബ്രില്യൻറ്റും മാന്നാനം KE സ്കൂളും കൂടെ തുടങ്ങിയ ഈ ഒരു സംരംഭം, ഇങ്ങനെയൊരു ഇൻ്റഗ്രേറ്റഡ് കോച്ചിങ് ബാച്ച്, അത് ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് നടത്താൻ പറ്റുന്നു. വളരെയേറെ കുട്ടികൾ ഇങ്ങനെ എഞ്ചിനീയറിംഗ് ലെവലിലേക്ക് ഉയർന്ന അഡ്മിഷൻസ് IIT ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ കിട്ടുന്നു. അതുപോലെ തന്നെ നമ്മുടെ നീറ്റിൽ നല്ല സ്കോർ ചെയ്ത് എയിംസ്, ജിപ്മർ അടക്കം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലൊക്കെ അഡ്മിഷൻ എടുത്ത് നന്നായിട്ട് പഠിക്കുന്നു. ഇത്രയും കുട്ടികളൊക്കെ എഞ്ചിനീയേഴ്സായി, ഡോക്ടേഴ്സായി നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അപ്പോൾ ആ സന്തോഷത്തിൻ്റെ തുടർക്കഥയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളിവിടെ ആഘോഷിക്കുന്ന ഈ ഒരു സെലിബ്രേഷൻ. തീർച്ചയായിട്ടും റോഷനും ആൽഫ്രഡിനും എല്ലാ ആശംസകളും, അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചുണക്കുട്ടന്മാർ മെഡിക്കലൊക്കെ ഉണ്ട്, അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എല്ലാവരെയും പ്രത്യേകമായി ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു. മാന്നാനത്തെ നമ്മുടെ KE സ്കൂളിലെ ആണെങ്കിലും നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിലെ ആണെങ്കിലും എല്ലാ സ്റ്റാഫ് അംഗങ്ങളുടെ ഒരു ഒത്തൊരുമയുടെ ഒരു ഭാഗമായിട്ടാണ് ഓരോ വർഷവും നമ്മൾ വിജയം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിജയത്തെ അച്ഛൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നതെന്നൊന്ന് പറയാമോ? റോഷനും ആൽഫ്രഡും അടക്കുന്ന ടോപ്പേഴ്സിൻ്റെ ഈ മുമ്പിൽ നിൽക്കുമ്പോഴത്തേക്ക് റാങ്കുകൾ ബ്രില്യൻറ്റ് പുത്തരിയൊന്നുമല്ല. ഓരോ വർഷം കഴിയും തോറും മാന്നാനം കിംസ് വാർഡ് ചേരുമ്പോഴത്തേക്ക് ഓരോ വർഷം കഴിയും തോറും ബ്രില്യൻറ്റ് ബ്രൈറ്റായിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ വശങ്ങളിൽ നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്കുള്ള സന്തോഷം, ഞങ്ങളും ബ്രൈറ്റ് ആകുന്നു എന്നുള്ളതാണ്. ടോപ്പേഴ്സിൻ്റെ കൂടെ നിന്ന് ഞങ്ങളും ടോപ്പറായി മാറുന്നു. ഓരോ വർഷം കഴിയും തോറും ടോപ്പേഴ്സിൻ്റെ എണ്ണം കൂടട്ടെ, അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഞങ്ങളും ടോപ്പറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി. സെബാസ്റ്റ്യൻ സാർ പറഞ്ഞതുപോലെ ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. മാന്നാനം KE സ്കൂളും ബ്രില്യൻറ്റും ചേർന്ന് അനേക വർഷങ്ങളായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ പരിശ്രമം, അത് ഓരോ വർഷവും വിജയത്തിലേക്ക് വരുന്നത് സന്തോഷകരമായ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ആൽഫ്രഡിനും റോഷനും എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും, ബാക്കി ഇവിടെ പുറകിൽ നിൽക്കുന്ന എല്ലാ കുട്ടികളും മികച്ചവർ തന്നെയാണ്. ഒരു ശകലം പുറകോട്ട് പോയെന്നേ ഉള്ളൂ, ബാക്കി ഇവർ മികച്ചവർ തന്നെയാണ്. എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. ബ്രില്യൻറ്റിലെ നമ്മുടെ സ്റ്റാഫ് അംഗങ്ങളും അതുപോലെ IIT എയിംസിൻ്റെ ഹെഡ് സാറുമാരും എല്ലാവരും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജൂനി സാറിൻ്റെ അടുത്തും ബിനോയ് സാറിൻ്റെ അടുത്തും ഒക്കെ നമുക്ക് ചോദിക്കാം, ഓരോ വർഷത്തെയും നമ്മുടെ ഈ ഒരു വിജയത്തെ എങ്ങനെയാണ് നമ്മൾ വരവേറ്റുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും എങ്ങനെയാണ് അടുത്ത കൊല്ലത്തേക്കുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഇനി നമ്മൾ ഈ ഒരു വിജയത്തിൽ നിന്ന് നോക്കുന്നതെന്ന് നമുക്ക് അവരോട് ചോദിക്കാം. അതുപോലെ തന്നെ റോഷനും ആൽബർട്ടിനും ഏറ്റവും നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഒപ്പം ഇത് JEE മെയിൻ ആണ്, നമ്മുടെ ലക്ഷ്യം അതല്ല. JEE അഡ്വാൻസ് ആണ്. JEE അഡ്വാൻസിലേക്ക് ഇതിലും നല്ല റാങ്കുകളിലേക്ക് അവർ എത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് ഉറപ്പായിട്ടും അവർക്ക് സാധിക്കും. അതിനുള്ള എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും അവർക്ക് നേരുന്നു. ബ്രില്യൻറ്റിൻ്റെ ഒരു ടീം വർക്കാണിത്. മെയിനായിട്ടും ഞങ്ങളുടെ കുട്ടികൾ അവർ ഏറ്റവും കൂടുതൽ എഫർട്ട് എടുത്തു. അവരുടെ അധ്വാനത്തിൻ്റെ ഫലമെന്നാണ് ഞങ്ങൾക്ക് പറയാൻ ഇഷ്ടം.
ഞങ്ങൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സ്കൂളും ബ്രില്യൻറ്റും അവർക്ക് നല്ല സപ്പോർട്ടുകൾ കൊടുത്തു. അവരതനുസരിച്ച് വർക്ക് ചെയ്തു. ഈ മിടുക്കന്മാരും മിടുക്കികളും എല്ലാം അതിൻ്റെ ഒരു തെളിവാണ് തരുന്നത്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. താങ്ക് യു സർ. ബിനോയ് സാറിന് എന്താണ്, നമ്മളിപ്പോൾ ഈ ഒരു ഇത്രയും സ്റ്റുഡൻസ് ഇപ്പോൾ 5th ഉണ്ട് 6th ഉണ്ട്, അത് കൂടാതെ ടോപ്പേഴ്സ് തന്നെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത് അല്ലേ സാർ? തീർച്ചയായിട്ടും ആൽഫ്രഡും റോഷനും ഉൾപ്പെടെ ഉന്നത വിജയം നേടിയ എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ നേരുന്നു. ജോണി സാർ പറഞ്ഞ കണക്ക് ഈ ജെയ് മെയിൻ എന്ന് പറയുന്ന സെമി ഫൈനലാണ് കഴിഞ്ഞത്. ഫൈനൽ നടക്കുന്ന മെയ് 17-ാം തീയതിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം. അതിലാണ് നമ്മൾ ഏറ്റവും ഉന്നതമായ വിജയം പ്രതീക്ഷിക്കുന്നത്. ഈ ജെയ് മെയിനേക്കാളും മെച്ചപ്പെട്ട വിജയം ജെയ് അഡ്വാൻസ് നേടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ടീം എല്ലാവരും അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഡൽ എക്സാമിനേഷനും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഇന്ന് നമ്മൾ ഈ മധുരം പങ്കുവെച്ച നമ്മുടെ 2 ടോപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ആഘോഷം എല്ലാം നമ്മൾ നടത്തുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഇവരുടെ ഈ ഒരു വർഷക്കാലത്തെ, 2 വർഷക്കാലത്തെ, ഒരുപക്ഷെ ഒരുപാട് വർഷക്കാലത്തെ ഇവരുടെ ഒരു ആഗ്രഹമാണ് ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല സാർ, ജൂനി സാർ പറഞ്ഞതുപോലെ ഒരു കടമ്പ കഴിഞ്ഞു, ഇനി ജെയ് അഡ്വാൻസിലേക്കുള്ള പ്രയാണത്തിലാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്താണ് ആൽഫ്രഡിന് തോന്നുന്നത്? ഇപ്പോൾ ഇങ്ങനൊരു നമ്മുടെ മാന്നാനം സ്കൂളിലെ എല്ലാ അധികൃതരും അതുപോലെ തന്നെ ബ്രില്യൻറ്റിലെ ആണെങ്കിൽ പോലും എല്ലാവരും വന്നൊരു ആഘോഷിക്കുന്ന വേളയിൽ എന്താ മോന് പറയാനുള്ളത്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ നല്ല റിസൾട്ടും റാങ്കും ഒക്കെ കിട്ടാൻ സാധിച്ചു. ദൈവത്തിന് നന്ദി, ബ്രില്യൻറ്റിന് നന്ദി, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും, എൻ്റെ പേരൻസ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ജെയ് അഡ്വാൻസ് ആണ്. അത് മെയ് 17-ാം തീയതി വരെ അതിനുള്ള പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഞാനൊരു ബെസ്റ്റ് വിഷസ് ജെയ് അഡ്വാൻസ് ആണെന്നായിരുന്നു നിർത്തി. യെസ്. ആൻഡ് നമ്മുടെ റോഷൻ എന്താണ് ഈ ഒരു നിമിഷം പറയാനുള്ളത്? ഇപ്പോൾ ആഘോഷങ്ങൾ നമ്മുടെ റിസൾട്ട് വന്നപ്പോൾ തൊട്ട് ഫുൾ സെലിബ്രേഷനിലാണ് നമ്മുടെ ബ്രില്യൻ്റ് ആണെങ്കിലും മാന്നാനം സ്കൂളിലെ എല്ലാവരും ആണെങ്കിലും അല്ലേ? മോൻ എന്താണ് ഇപ്പോൾ തോന്നുന്നത്? ഇപ്പം നല്ല സന്തോഷമുണ്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ജെയ് മെയിൻസ് ഇത്രയും റാങ്ക് വരെ ബ്രില്യൻറ്റിൻ്റെ ഇത്രയും മോഡൽ എക്സാംസ് ഒക്കെ എഴുതി ഇത്രയും നല്ല ക്വസ്റ്റ്യൻസ് കണ്ടുകൊണ്ടൊക്കെ തന്നെയാണ് എന്നെ വിശ്വസിക്കുന്ന ഇത്രയും റാങ്കിന് കാരണം. പിന്നെ പറഞ്ഞ പോലെ ജെയ് അഡ്വാൻസിനാണ് ആക്ച്വലി ഫോക്കസ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. അപ്പോൾ എല്ലാവർക്കും ജെയ് അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നന്നായി തന്നെ പഠിക്കുക. നിങ്ങൾ മാത്രമല്ല, ഈ ടോപ്പേഴ്സ് എല്ലാവരും ജെയ് അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷനിലാണല്ലേ? അപ്പോൾ എല്ലാവർക്കും, നിങ്ങൾക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയും എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു നല്ല കൈയടി തരാമോ? ഇനിയും ഓരോ വർഷവും ബ്രില്യൻറ്റിലും മാന്നാനം സ്കൂളിലും ഇഷ്ടംപോലെ വിജയികൾ ഓരോ വർഷവും ഉണ്ടായി വരട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുകയാണ്. ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ എല്ലാവരുടെയും ജെയ് അഡ്വാൻസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.